ICUവിൽ നിന്നും മാനസിക റൂമിലേക്ക് മാറ്റിയല്ല അവിടെ സിദ്ധാർത്ഥം മാത്രം നിന്നിട്ട് കാര്യമില്ല. സ്ത്രീകളെ ആരെങ്കിലും നിർത്തുന്നതാ ഉചിതം. ഗൗരി നിൽക്കട്ടെ, വെറുതെ മെഡിക്കൽ കോളേജിൽ പഠിച്ച എന്റെ കുറെ കാശ് കളഞ്ഞതല്ലേ, അങ്ങനെങ്കിലും ഉപകരിക്കട്ടെ. ഇതേ അങ്ങനെ വരുമ്പോ മോളെ രാവിലെ സ്കൂളിലേക്ക് വിടാനും മറ്റും ഇവിടെ ആരാ ഉള്ളത്? അതുകൊണ്ട് അപ്പൊ മോളെ തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക. പോയിട്ട് മണിച്ചിട്ട് വരുമ്പോ വരാട്ടോ. എന്നാ പിന്നെ നമുക്കിറങ്ങാം. മോനെ അമ്മയോടൊന്നും തോന്നരുത്. അവിടെ വന്ന് വെറുതെ ഞാനും വിഷമിപ്പിച്ചിട്ടുണ്ട് നിന്നെ, ക്ഷമിക്കണോട്ടോ. വലിയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്തയാളെ ഈ അമ്മ. അത് പിന്നെ പ്രത്യേകം പറയണോ? ഇല്ലേ മോളെ, ആ കഴുതട അമ്മയല്ലേ. എന്നാ പോട്ടെ. ആ ഞങ്ങൾ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? ഞാൻ വിളിക്കാം. ആ പിന്നെ മനസ്സ് വിഷമിക്കുമ്പോഴുള്ള ആ മരുന്ന് സേവയുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, ഒഴിവാക്കിയത്. ഹരിശങ്കറിന് ആ ശീലം ചെയ്തില്ല അല്ലേ? ശരി, നീരേ നീങ്ങിയിരിക്കും. മനസ്സേ, നമുക്ക് ആ കുഞ്ഞിനെ വിധിച്ചിട്ടില്ല, സമാധാനിക്ക്. ഞാനില്ലേ നിന്റെ കൂടെ? ആരെയും കുറ്റപ്പെടുത്തണ്ട, നമുക്ക് ആരെയും വേദനിപ്പിക്കുകയും വേണ്ട. നമ്മുടെ നഷ്ടം അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. നീ കരയാതെ മനസ്സേ, നിനക്ക് വേറെ അബദ്ധമൊന്നും വന്നില്ലല്ലോ. നിന്നെ എനിക്ക് തിരിച്ചു തന്നതിന് ഈശ്വരന്മാരോട് നന്ദി പറയാൻ ഞാനിപ്പോ. കരയല്ലേ മനസ്സേ, ഇനിയും ജീവിതം ബാക്കിയുണ്ട് നമുക്ക്. നമുക്കായി ഇനിയും സന്തോഷങ്ങളുണ്ടാവും. ഏതോ ജന്മത്തിൽ നമ്മളിൽ ആരോ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായി നമുക്ക് തന്നെ കാണാം. നീ പ്രതീക്ഷ കൈവിടല്ലേ മനസ്സേ, നന്മ വരുത്താൻ പ്രാർത്ഥിക്കേ. ആരോടാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഏത് ഈശ്വരനെയാ? എനിക്ക് പറഞ്ഞതാ മനസ്സേ. സർ പ്ലീസ്, പേഷ്യന്റിനെ സംസാരിപ്പിക്കരുത് സർ. ടൈം. ഓക്കെ, ഞാൻ പോവാം. ഞാനുണ്ട് പുറത്ത്, നീ ധൈര്യമായിട്ടിരിക്കേ. ഒക്കെ ശരിയാവും, ശരിയാവും. നീ വേഗം ഒന്ന് വന്നാ മതി. പോട്ടെ, സമയായി. സർ, ഡോക്ടേഴ്സ് വരേണ്ട സമയമായിട്ടുണ്ട്, ഒന്ന് വേഗം. സിദ്ധു, എനിക്കിനി ആരെയും കാണണ്ട. എന്നോടൊരു കരുണ കാണിക്കാവോ സിദ്ധുന്? എന്നെ ഒന്ന് കൊന്നു തരാൻ പറയാവോ? മാനസ, അങ്ങനെയൊന്നും പറയല്ലേ. സാവിത്രി, എടി സാവിത്രി, എന്ത് വേണം നിങ്ങൾക്ക്?
നീ ഇങ്ങനെ കടിച്ചു കയറില്ലടി പൊന്നെ. ഞാനൊന്ന് സ്നേഹിക്കാൻ വന്നപ്പോ നീ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനാ? എന്തോന്ന് സ്നേഹ? ആ വാക്കൊക്കെ തെറ്റാതെ പറയാൻ അറിയാവോ? നീ എന്താടി ഒരുമാതിരി? നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? അതങ്ങ് പറഞ്ഞാ മതി. അതിനു വേണ്ടിയിട്ട് പറയാൻ അറിയാൻ വയ്യാത്ത വാക്കുകളും ഗോഷ്ടികളും കാണിക്കണ്ട. ഈ മുഖേ കുറെ കൂടെ വികൃതമാകേ ഉള്ളൂ. പറഞ്ഞു. നിനക്കറിയാവല്ലോ സാവിത്രി, നമ്മുടെ കച്ചവടമൊക്കെ ഡള്ളാന്നേ. എനിക്കറിയില്ല. സത്യമായിട്ടുണ്ടല്ല. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് കിട്ടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. കുബേരനും കാശിന് ബുദ്ധിമുട്ടോ? അതെ സാവിത്രി, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്ത് സഹായിക്കാൻ? എന്റെ എവിടുന്നാ കാശ്? നമ്മുടെ വേണുവിന്റെ അക്കൗണ്ടിൽ കാശ് വെറുതെ കിടക്കില്ലയോ? ഞാൻ ചോദിച്ചാൽ അവൻ സമ്മതിക്കുകയല്ല. നീ അവളോട് പറഞ്ഞ് 2 ചെക്കിലൊന്ന് ഒപ്പിടിച്ചോ, വെല്ല് പതിപ്പിച്ചോ, എങ്ങനെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തന്നാൽ. അത് കൊള്ളാല്ല. ഞാൻ എന്തായാലും അമ്പിയോട് പറയില്ല. നിങ്ങൾ പറഞ്ഞു നോക്ക്. ദീപം 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 ദീപം. അംബികെ, ദേ അച്ഛന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അവള് സാധിച്ചു തരും. എന്താ എന്താ അമ്മേ? അത് പിന്നെ വേണു ചെക്ക് കാശ് പുല്ല്. എനിക്കറിയാം കാശുണ്ടാക്കാൻ. നീ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്കൊരു പുല്ലും വേണ്ടടി. എന്നെ എന്റെ ഗീതുമോള് സഹായിച്ചോളും. പുല്ല്. എന്താ അമ്മേ കാര്യം? ഓ, ഓരോന്ന് കണ്ടപ്പോ ചിരിച്ചു പോയതാ. അമ്മ എന്തിനാ നേരത്തെ എന്നെ കാണണോന്ന് പറഞ്ഞു? അതോ, ഒരാള് പറഞ്ഞൊരു വൈദ്യരുടെ വിവരം ഞാൻ അറിഞ്ഞു. മഹാസിദ്ധനാണെന്നാ കേട്ടെ. നമുക്ക് വേണുവിനെ ആ വൈദ്യരെ ഒന്ന് കാണിച്ചാലോ മോളെ? അതിപ്പോ ചികിത്സിച്ചോണ്ടിരിക്കുന്ന ഡോക്ടറോടൊന്ന് ചോദിക്കാതെ? മതി, എന്നിട്ട് മതി. ആ വൈദ്യരുടെ അഡ്രസ് ഞാൻ അപ്പോഴത്തേക്ക് സംഘടിപ്പിക്കാം. ചിലപ്പോ വേണുവിനെ കൊണ്ടുപോകണമെന്നില്ലെന്നാ കേട്ടെ. വിവരം പറഞ്ഞാ മതി അത്രേ. എന്തായാലും ഞാൻ വിശദമായിട്ടൊന്ന് തിരക്കട്ടെ. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ നിന്നോടൊരു വാക്ക് ചോദിക്കാതെ ഞാൻ മാത്രമായിട്ട് തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. അമ്മ എന്താ അങ്ങനെ പറയുന്നേ? എന്നോട് അഭിപ്രായം ചോദിക്കാനും മാത്രം ഞാൻ ഭാര്യയാണ്, വേണുവിന്റെ ഭാര്യ. മറ്റാരേക്കാൾ അവനിലുള്ള അവകാശം നിനക്കാ മോളെ, എന്നെക്കാളും. അമ്മേ, അതെ, അതാണ് സത്യം. അത് മനസ്സിലാക്കാതെ ഞാനൊരു സ്ത്രീയാവില്ല, ഒരമ്മയാവില്ല. അമ്മേ. എന്താ മോളെ? എന്നാ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കണേ? അവരാരെങ്കിലും നിന്നെ വല്ലതും ചെയ്തോ? അതുകൊണ്ടൊന്നും അല്ല. പിന്നെ? എനിക്ക് മടുത്തമ്മേ. ഇനി എനിക്ക് വയ്യ എവിടെ ഇങ്ങനെ ജീവിക്കാൻ. അമ്മ പറയുന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവുക. കൊല്ലും നിന്നെ ഞാൻ. ഒക്കെ വരുത്തി വെച്ചിട്ടിപ്പോ ഓരോന്നോരോ വഴിക്കായി കൂട്ടിക്കെട്ടി എങ്ങനെയെങ്കിലും മാനം പോകാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ കഴിക്കുന്ന പെടാപ്പാട് നീ കാണുന്നില്ലേ ഗീതു? എനിക്ക് ശരിക്കും മടുത്തമ്മേ. ഞാൻ ഇപ്പൊ ഇവിടെ ശരിക്കും അധികപ്പറ്റാ. ഒക്കെ നമുക്ക് ശരിയാക്കാം. നീ വിഷമിക്കാതെ. അമ്മയല്ലേ പറയുന്നേ? നീ ധൈര്യമായിട്ടിരിക്കെ. ദേ, വേണ്ടാത്തത് ഓരോന്നോർത്ത് ഇങ്ങോട്ട് വരാനും മാത്രമുള്ള പൊട്ടത്തരം നീ കാണിക്കല്ലേ. അവിടുന്ന് ഒരിക്കൽ ഇറങ്ങിയാ പിന്നെ നിന്നെ അവരെ അടിച്ചതിനകത്ത് കയറ്റത്തില്ല, പറഞ്ഞേക്കാം. പിന്നെ പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ആരാ മോളുടെ അമ്മയാ? അതെ. അയ്യോ, കട്ടാക്കിയോ? സീതാലക്ഷ്മിയോട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതിന് അമ്മ അടുത്ത ദിവസം ഇങ്ങ് വരുമല്ലോ. അതെ, പക്ഷെ ചില കാര്യങ്ങൾ ഫോണിലൂടെ ചോദിക്കുന്നത് ആ ഉചിതം. മുഖത്ത് നോക്കണ്ടല്ലോ. എന്താ അങ്കിളെ? ഇത്തിരി കാശിന്റെ കാര്യമാ. ബിസിനസ് ഒക്കെ ആകെ ഡള്ളാ മോളെ. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. മോൾ അമ്മയോട് പറഞ്ഞ അങ്കിളിനെ ഒന്ന് സഹായിക്കാൻ പറയാമോ? മതി, സന്തോഷമായി. മോള് പറഞ്ഞ അമ്മ കേൾക്കും ഉറപ്പാ. ഇതാണ് ഗീതു മോളുടെ സ്നേഹം. മോള് റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുക്ക്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും വേണുവിന്റെ അടുത്ത് വന്നൊന്നിരിക്കേ.
എന്നാലേ കാണുന്നവർക്ക് ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ കാശിന്റെ കാര്യം ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേരേ. ആ കിടന്നോ കിടന്നോ കിടന്നോ. ഇയാൾക്ക് ഞാനിപ്പോ കാശ് വാങ്ങി തരാം. ആർത്തി പണ്ടാരം. ഞാൻ ലേറ്റായോ? ഏയ് ആന്റിയുടെ കോള് വന്നപ്പോ ഞാനാകെ സർപ്രൈസ് ആയി പോയി. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ മറ്റൊരു വഴിക്ക് ഇറങ്ങിയതാ. ഇനിയിപ്പോ വീട്ടിലേക്ക് തിരികെ കയറണ്ടെന്ന് തോന്നി. ഓ താങ്ക് ഗോഡ്. അല്ലാതെ ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനായിട്ടൊന്നും അല്ല. എന്തായാലും എന്റെ ടൈം ബെസ്റ്റ് ആണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ സീതാലക്ഷ്മി മാഡം എന്നെ ഫോണിൽ വിളിക്കുക, നേരിൽ കാണണമെന്ന് പറയാ. മാഡം പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? ഗീതുവിനെ ചെന്ന് കാണരുത്, അവളോട് മിണ്ടരുത് എന്നൊക്കെ പതിവ് പോലെ കയറി കൽപ്പിച്ചേക്കരുത്. അത് മാത്രം എന്റെ ചെവി കയറില്ല. അവളുടെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ തന്തപ്പടിയല്ല ഞാൻ. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റൂ? ഞാൻ അവിടെ പോവും, ഗീതുവിനെ കാണുകയും ചെയ്യും. അല്ലെങ്കിലും വേണുവിന്റെ വീട്ടിൽ നടക്കുന്ന നാടകം അവസാനിപ്പിക്കാറായി മാഡം. വേണുവിന്റെ നാവെന്ന് അനങ്ങിയ ആ നാടകത്തിന്റെ കത്തൻ വീഴും. ചവിട്ടി പുറത്താക്കും അവിടുന്ന്. വയറ് വീർത്ത ഗീതുമോളെയും കൊണ്ട് എവിടേക്ക് പോവും? ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഗീതുവിനെ പിടിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അവളെ അന്തസ്സായിട്ട് നോക്കിക്കോളാം. പിന്നെ സ്വത്തുക്കളൊക്കെ എന്റെ പേരിലാക്കുന്ന കാര്യം അത് സാവധാനം മതിയെന്നേ. നീ പറഞ്ഞത് ശരിയാ. ആ നാടകം തീരാറായി. തീരും മുമ്പ് ഒരു രംഗം കൂടി ആടി തീർക്കണം. ആ രംഗത്തിലെ നായകൻ നീ ആയിരിക്കണം. അതുകൂടി കഴിഞ്ഞിട്ട് പോരെ ഗീതുവിനെ നിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കലും എന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ പേരിലാക്കുന്നതും ഒക്കെ. എനിക്ക് റൂട്ട് അത്ര ക്ലിയർ ആയില്ല മാഡം. വളഞ്ഞ വഴി വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് വാ. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? നീ വേണുവിന്റെ വീട്ടിൽ ഇനിയും ചെല്ലണം. അത് ഞാൻ പോവും. അത് ഗീതുവിനെ കാണാനല്ല, പിന്നെ അംബികയെ കാണാൻ. മനസ്സിലായോ നിനക്ക്? മാഡം എന്നെ വിളിച്ചപ്പോ സംഭവം എന്തോ ഉടായിപ്പാണെന്ന് വ്യക്തമായി. പക്ഷേ അതെ, നീ ആ വീട്ടിൽ ചെല്ലേണ്ടത് അംബികയെ കാണാനാ. അംബിക രഹസ്യമായി കാണണമെന്ന് പറഞ്ഞ കാമുകനായിട്ട്. ഏയ്, എന്താ ഈ പറയുന്നേ? അമ്മാതിരി പരിപാടിക്കൊന്നും ഞാനില്ല. അതൊരു പാവം പിടിച്ച പെണ്ണ. പാവം പിടിച്ച പെണ്ണ്. അവൾ അഭിനയിച്ചുണ്ടാക്കിയെടുത്ത ഇമേജാ അത്. എന്റെ ഗീതുമോളുടെ ജീവിതം തകർക്കാനുണ്ടായത് അംബിക. ആ വീട്ടിൽ എന്റെ മോൾ അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങൾക്കും വേദനകൾക്കും കാരണക്കാരി അവളാ. എത്ര വലിച്ചെറിഞ്ഞ് കളയിച്ചിട്ടും അറുത്തു മാറ്റാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും കയറി വരിക അവള്. ഇനി അത് ഉണ്ടാവരുത്. അപമാനിക്കപ്പെടുന്നതിന്റെ വേദന അവൾ അനുഭവിക്കണം. ആർക്കും മറുത്തു പറയാനാവാത്ത തരത്തിൽ ആ പടി ഇറക്കി വിടണം അവളെ. ഇനി ഒരിക്കലും അംബികയുടെ നിഴൽ പോലും ഗീതുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾ അമ്മയും മോളും ചേർന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ കൂട്ടു വിളിക്കണ്ട. പിന്നെ പുണ്യം കിട്ടുന്ന പ്രവൃത്തികളാണല്ലോ നീ ഇതുവരെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. എനിക്കിതിന് വേറെ ആളെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നീ ആവുമ്പോ കാര്യങ്ങൾ കുറെ ഈസിയാവും. നിന്നെ അവർക്കൊക്കെ സംശയകരമായ രീതിയിൽ പലപ്പോഴായി ആ വീട്ടിൽ കണ്ട് പരിചയമുണ്ട്. അതാ ഞാൻ നിന്നെ തന്നെ ഇതിന് വിളിച്ചത്. ദാ, നീ ഒന്നും വെറുതെ ചെയ്യണ്ട. കാശിന് ഒരുപാട് ആവശ്യമുള്ളതല്ലേ. ആ വീട്ടിൽ നിന്നും അംബിക ഒഴിഞ്ഞു പോയാൽ വേണുവിന്റെയും ആ കുടുംബത്തിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ ഗീതുവായിരിക്കും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എന്റെയും ഗീതുവിന്റെ ഇഷ്ടങ്ങളെ അവിടെ നടക്കത്തുള്ളൂ എന്ന്. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം.
മൈനെ, 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 ഞാൻ അരുത്, എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്കറിയില്ല നിങ്ങളെ, എനിക്കറിയില്ല. മൈനെ, എന്നെ നിനക്ക് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളുടെ ആരും ഇവിടെ ഇല്ല. പുറത്തു പോകാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുന്ന് പോവാൻ. ലോനപ്പേട്ടാ, വേണ്ട, ആരെയും വിളിക്കണ്ട. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. 1000 വട്ടം മനസ്സിന് വിലക്കിയതാ മൈനെ ഞാൻ. പക്ഷേ ഇനി എനിക്കാവില്ല. ഞാൻ തോറ്റുപോയി. ഇനി നിന്നെ കാണാതിരിക്കാനാവില്ല എനിക്ക്. എനിക്കറിയാം മൈനെ, എല്ലാവർക്കും വേണ്ടിയാ നീ ഈ ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന്. മറ്റുള്ളവരുടെ സന്തോഷത്തിനും ജീവിതത്തിനും വേണ്ടി ഇത്രയൊക്കെ അനുഭവിക്കുമ്പോഴും ഒരിക്കൽ പോലും നീ നിന്നെ കുറിച്ച് ഓർത്തിട്ടില്ലേ മൈനെ? സന്തോഷവും ജീവിതമൊക്കെ നിനക്കും വേണമെന്ന് ഒരു വട്ടമെങ്കിലും നീ ആഗ്രഹിച്ചിട്ടില്ലേ? നീ പോലും അറിയാതെയെങ്കിലും ശപിച്ചിട്ടുണ്ടോ നീ എന്നെ? ആ വലിയ വീട്ടിൽ മാനസയുടെ ഹരിയേട്ടന്റെയൊക്കെ സ്നേഹം അനുഭവിക്കുമ്പോഴും അവരുടെ സന്തോഷങ്ങൾക്ക് കൂടെ നിൽക്കുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീയായിരുന്നു മൈനെ. അത്രമാത്രം ഞാൻ. മതി, കഴിഞ്ഞതൊക്കെ കഥകളാ, വെറും കഥകള്. എന്റെ ജീവിതം ഓർത്ത് ആരും സങ്കടപ്പെടുകയോ സന്തോഷിക്കാതിരിക്കുകയോ ചെയ്യണ്ട. ഹരിയേട്ടനും മാനസേ, അവരുടെ ജീവിതവും എന്റെ സന്തോഷം. അതിനപ്പുറം ആരും എനിക്കൊന്നുമല്ല. പോകാം, പോയിക്കോളാം ഞാൻ. പക്ഷേ പോകാൻ ഒന്നും മനസമാധാനത്തോടെ ഇരിക്കാൻ ഒരിടമില്ല എനിക്കിപ്പോ. മനസ്സ് തുറന്നൊന്നും മിണ്ടാൻ ഒരാളില്ല. ഉള്ളില് തോരാതെ പെയ്യുന്ന തീമഴയാ. മൈനെ, നമ്മുടെ കുഞ്ഞിന് സുഖമാണോ? നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിന്റെ കരച്ചില് എന്റെ ഉള്ളിൽ കിടന്ന് പൊള്ളുക. ഒരു പക്ഷെ അതാവും എന്നെ ഇവിടേക്ക് എത്തിച്ചത്. അല്ലാതെ അധികാരം പറയാനോ കഴിഞ്ഞു പോയതൊക്കെ ഓർമ്മിപ്പിക്കാനോ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനോ അല്ല മൈനെ. ദയവായി ഇവിടെ നിന്ന് പോവോ? നിങ്ങൾ ഇവിടെ വരുന്നത് എന്റെ ഹരിയേട്ടന് സങ്കടം ഉണ്ടാക്കും. എന്റെ മാനസ, അവൾ ഈ അവസ്ഥയിൽ ഇതറിഞ്ഞ അത് താങ്ങാനാവില്ല ആ പാവത്തിന്. അതെ, ഹരിയേട്ടന്, മാനസയ്ക്ക്, മൈനയ്ക്ക്, ഇനി ആർക്കൊക്കെയാ? അവർക്കൊക്കെ മാത്രം സങ്കടം. എനിക്കോ? കല്ലോ മരമോ ലോഹോ ഒന്നും അല്ല എന്റെ ഉള്ളില്. പച്ച ജീവനിൽ ഹൃദയം അറുത്തെടുക്കുന്ന വേദനയിലും ഞാൻ മാത്രം കരയാൻ പാടില്ല. ഞാൻ മാത്രം ഒരിത്തിരി ആശ്വാസം തേടാൻ പാടില്ല, അല്ലേ? സ്വിച്ചിട്ട തിരിയുന്ന വെറൊരു യന്ത്രമൊന്നും അല്ല ഞാൻ. ഒരു മനുഷ്യനാ. മോഹിച്ചതൊന്നും നേടാൻ കഴിയാതെ പോയ വെറൊരു മനുഷ്യൻ. കിട്ടിയതെല്ലാം വലുതാ. ഹരിയേട്ടൻ, മാനസ, സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇല്ലാന്നല്ല. പക്ഷെ മതി. ഹരിയേട്ടനും മാനസേ, ഇന്നും അവരെ എനിക്ക് വലുത്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും ആരെ എനിക്ക്
എനിക്ക് കാണണ്ട. മൈനെ, കണ്ടില്ല എന്നെ, സംസാരിച്ചില്ല എന്നോട്, അതിനല്ലേ വന്നത്. ഇനി ഒരിക്കലും വരരുത്.